സർ, ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിച്ചു. ടീച്ചർ അമ്മ കാഫിറാണ്, വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിവാദം ഇപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരു മുന്നണികളും ഇക്കാര്യത്തിൽ പരസ്പരം പഴിചാരുകയും ചെയ്യുന്നുണ്ട്. എന്റെ ചോദ്യം മറ്റൊന്നാണ്, ആരാണ് കാഫിർ, എന്താണ് കാഫിർ? കാഫിറിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥമാണെങ്കിൽ മറയ്ക്കുന്നവൻ. ഇത് ഖുറാനിലെ ഒരു വേർഡാണ്. പക്ഷെ ഇപ്പം ശ്യാം ഉദ്ദേശിച്ച കാഫിർ അതല്ല. ആ മണ്ഡലത്തിൽ ശൈലജ ടീച്ചർ കാഫിറാണെന്ന് പറഞ്ഞാൽ അവർ മുസ്ലിം അല്ല എന്നാണ് എൻ്റെ അർത്ഥം. ആ ഒരർത്ഥത്തിലാണ് ശൈലജ ടീച്ചർ കാഫിറാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ മുസ്ലിം തീവ്രവാദ അല്ലെങ്കിൽ മുസ്ലിം തീവ്ര സ്വഭാവമുള്ള ആൾക്കാർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കാഫിർ. ആ കാഫിർ അല്ലാത്തവർ കേട്ടിട്ടുണ്ടാവുമല്ലോ, കാഫിർ അല്ലെങ്കിൽ അവൻ കാഫിറാണ്, ഇവൻ കാഫിറാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം അല്ലാത്തവരെയെല്ലാം കാഫിർ എന്ന് വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിൽ ഒരു മാറ്റമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ ശൈലജ ടീച്ചറെ കാഫിർ എന്ന് വിളിക്കുമ്പോൾ തന്നെ രഹസ്യമായിട്ട് കാഫിർ എന്ന് വിളിച്ച ഒരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു കേരളത്തിൽ. അത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രനെ അങ്ങനെ വിളിച്ചിരുന്ന ഒരു മർമേനിക് ക്യാമ്പയിൻ നടത്തിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കാഫിറാവുമ്പോൾ അവിടെ ഈ കാഫിറെന്ന് വിളിക്കുന്ന ആൾക്കാർക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കാഫിറാവുകയും ഈ കാഫിർ ആരോപണം നടത്തുന്നവരുടെ സ്ഥാനാർത്ഥി വലതുപക്ഷ സ്ഥാനാർത്ഥിയാവുകയുമാണ് ചെയ്യുന്നത്. അപ്പം കേരളത്തിൽ മതേതര സംവിധാനം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ മുസ്ലിം ലീഗാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതായത് മുസ്ലിങ്ങൾ അല്ലാത്തവർ കാഫിർ ആവുന്ന ഒരവസ്ഥ, അത് ഏത് പാർട്ടി ആയാലും ആ ഒരവസ്ഥയിലേക്ക് പോകുന്നു. അതായത് 64 അല്ലെങ്കിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം കേരളത്തിൽ മുസ്ലിം ലീഗുമായിട്ട് കൂടി മത്സരിക്കുന്ന UDF അല്ലെങ്കിൽ UDFിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് മത്സരിച്ചണക്കെ പോലും ഇന്ത്യ വിഭജനത്തിന് ഭാഗമായിട്ടുള്ള ജിന്നയുടെ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗിനെ ഇന്ത്യയിൽ ഉടനീളം ത്യജിച്ചതുപോലെ കേരളത്തിലും ത്യജിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു. UDFിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ച് വിജയിച്ച മുസ്ലിം ലീഗിനെ അന്ന് മന്ത്രിസഭയിൽ എടുക്കാൻ ധൈര്യം കാണിക്കാത്ത കോൺഗ്രസ് ഇന്ന് കോൺഗ്രസിനെ നയിക്കുന്നത് മുസ്ലിം ലീഗ് ആകുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് കോൺഗ്രസിനെ നയിക്കുന്നത് മുസ്ലിം ലീഗാണ്. കോൺഗ്രസിൻ്റെ നയത്തിന് പകരം മുസ്ലിം ലീഗിൻ്റെ നയവുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. അത് ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്ന നയമായാലും ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് ഏറ്റെടുക്കുന്ന നയമായാലും ഒക്കെ സമം തന്നെയാണ്. അതുകൊണ്ടാണ് മോദി ഇന്ത്യയിലുടനീളം നിങ്ങളുടെ മാനിഫെസ്റ്റോ മുസ്ലിങ്ങൾക്ക് അനുകൂലമായ മാനിഫെസ്റ്റോ ആണെന്നും അല്ലെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ സ്വത്ത് മുസ്ലിം ഉള്ളതാണെന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പാർലമെന്റിൽ പറഞ്ഞതിന് മറുപടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും മറ്റ് കാര്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറാകുന്ന രാഹുൽ ഗാന്ധി മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ എഴുതി വെച്ചിരിക്കുന്നതിന് മറുപടി പറയാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ പ്രകടന പത്രികയാണ്, ഞങ്ങളുടെ മുസ്ലിം താല്പര്യം അത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് മോദി ഈ ഒരു പക്ഷം പിടിച്ച് സംസാരിക്കുന്നത്. കാരണം സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ഇന്ത്യ പോലുള്ള മഹാരാജ്യത്ത് 80% വരുന്ന ഹിന്ദുക്കൾക്കെതിരായിരുന്നു 55 കൊല്ലം ഭരിച്ച കോൺഗ്രസ്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. നെഹ്റുവിൻ്റെ കാലം തൊട്ട് വന്നിരുന്ന ഒരവസ്ഥ. അന്ന് മനസ്സിലാവാതിരുന്ന ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പൊളിറ്റിക്സുമായിട്ടാണ് മോദി മുന്നോട്ട് പോകുന്നത്. ഞാൻ ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ ഹിന്ദുക്കളെ പോലെ അല്ല കേരളത്തിലെ ഹിന്ദുക്കൾ, കുറെ കൂടി സെക്യുലറായി ചിന്തിക്കുന്നവരാണ്. അവരെയാണ് ഇവർ കാഫിർ എന്ന് വിളിക്കുന്നത്. അല്ല, നിങ്ങൾ സെക്യുലറായി ചിന്തിക്കുന്നു പറയുമ്പോൾ ഹിന്ദുക്കൾ സെക്യുലറായി ചിന്തിച്ചാൽ മാത്രം പോരാല്ലോ. ഇവിടുന്ന് കേരളത്തിലെ മതേതര സംവിധാനം ഏറ്റവും വലുതാണെന്ന് പറയുമ്പോഴും കേരളത്തിലെ ഹിന്ദുക്കളും അല്ലെങ്കിൽ കേരളത്തിലെ ജനത ഈ ഇന്ത്യക്ക് മാതൃകയാണെന്നൊക്കെ പറയുമ്പം ഇപ്പൊ ഏറ്റവും കൂടുതൽ വർഗീയ ധ്രുവീകരണമുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് KK ശൈലജ പോലെ ഈ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു വനിത, അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും VS അച്യുതാനന്ദന് ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരി, അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, അവര് മത്സരിക്കുമ്പോൾ അവിടെ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ മുസ്ലിം ഭൂരിപക്ഷം അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വോട്ട് കൂടുതലുള്ള സ്ഥലമാകുമ്പോൾ കൃത്യമായിട്ട് അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തുകയും എല്ലാ രീതിയിലും ആ സ്ത്രീയെ ആക്ഷേപിക്കാൻ ശ്രമിക്കുകയും അവസാനം ഒന്നും വരാതെ വന്നപ്പോൾ ഒരു ജാതി ധ്രുവീകരണം
നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഇവർ കാഫറാണ്, ഇവർ വോട്ട് ചെയ്തെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് വിജയിക്കുമെന്ന് കാണുന്ന ഒരു കേരളം, അത് ഏത് കേരളമാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസത്തിന്റെ സ്ഥാനാർത്ഥിക്ക് നേരെയാണ് ഈ വാക്ക് ഉപയോഗിച്ചത്. അതെ അതെ, ഇവിടെ പാലസ്തീൻ വിഷയത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് നിന്ന മാർക്സിസ്റ്റ് പാർട്ടി, അതേ വിഷയത്തിൽ തന്നെ അതേ നിലപാടുള്ള കോൺഗ്രസ് പാർട്ടി, ആ മുസ്ലിങ്ങളുടെ ആ നിലപാടിന് CPM എടുത്ത നിലപാടിനോട് അനുകൂലിക്കുന്ന മുസ്ലിം ലീഗ്. അപ്പോൾ പക്ഷേ പച്ചയ്ക്ക് മുസ്ലിങ്ങളുടെ ഒരു കാര്യം വരുമ്പോൾ മുസ്ലിങ്ങൾ ജാതീയമായിട്ടും വർഗീയമായിട്ടും ചിന്തിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് CPM-ന് മനസ്സിലായ ഒരു സംവിധാനമാണ് KK ശൈലജയ്ക്കെതിരെ. KK ശൈലജയ്ക്കെതിരെ ഒരു അനുഭവം CPM കൃത്യമായ ഒരു പ്രഹരമാണ്. CPM-ന്റെ നേതാക്കന്മാരെ നമ്മൾക്ക് ആഴത്തിൽ പരിശോധിക്കുമ്പോൾ CPM-ന്റെ നേതാക്കന്മാർ വിവിധ ജാതിയിലും മതത്തിലും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും എനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ എൻ്റെ ചെറിയ പരിചയത്തിലുള്ള നേതാക്കന്മാരാരും ആ ജാതിയും മതവും ഒന്നും കാണിച്ചു പോകുന്ന ഒരവസ്ഥയില്ല. പക്ഷേ CPM അതേ അവസ്ഥയിൽ അല്ലെങ്കിൽ മതേതര സംവിധാനത്തിൽ ഒക്കെ ആയിരിക്കും ഈ വിവിധ മതങ്ങളെയും ജാതികളെയും ഒക്കെ കണ്ടത്. ചിലപ്പോൾ ഒരു പ്രീണനം ഒക്കെ ഒരു സാന്ത്വന വാക്കും ഒക്കെ വോട്ടിന്റെ ഇത് വെച്ച് ഏതെങ്കിലും ഒരു ജാതിക്ക് അനുകൂലമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഇത്രയും ഭീകരമാണ് ഇവിടുത്തെ ജാതി സംവിധാനം, അത് മുസ്ലിം സംവിധാനം, അല്ലെ അതിനെ നിയന്ത്രിക്കുന്ന മുസ്ലിം ലീഗ്, അല്ലെ PDP പോലെയും SDP പോലെയൊക്കെയുള്ള സംവിധാനമെന്ന് ഈ ഒരു KK ശൈലജയ്ക്കെതിരെയുള്ള ഒരു അക്രമത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ അനുഭവിക്കുന്ന ഒരവസ്ഥ. പിന്നെ ശോഭാ സുരേന്ദ്രന് കൃത്യമായ ഒരു നിലപാടുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞത് അതിനിക്കെതിരായിരുന്നു, PDP-ക്കെതിരായിരുന്നു, ഇവിടുത്തെ PFI-ക്കെതിരായിരുന്നു, അവരുടെ PFI-യുടെ രാഷ്ട്രീയ കൊലപാതകത്തിനെതിരായിരുന്നു. ആ കൊലപാതകത്തിനെയൊക്കെ മുന്നിൽ കണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർക്കെതിരെ ഒരു ക്യാമ്പയിൻ അത് ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു തർക്കം KC വേണുഗോപാലും ആരിഫും കൂടെ മത്സരിക്കുമ്പോൾ KC വേണുഗോപാലിന്റെ പാർട്ടിയുടെ നിലപാട് മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട്, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന നിലപാട്, ആ പാർട്ടി മുസ്ലിം ലീഗ് അവരുടെ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള നിലപാട്, SDP ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന നിലപാട്, PDP ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന നിലപാട്. പക്ഷേ അവിടെ എന്നിരുന്നാൽ പോലും അവിടെ വോട്ട് ചെയ്യുമ്പോൾ അത് ജാതിയുടെ പേരിൽ എന്ത് ആഹ്വാനം ഉണ്ടെങ്കിലും അത് മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ട് ചെയ്താൽ മതിയെന്ന ഒരു തിട്ടൂരം ഈ വർഗീയ സംവിധാനത്തിനകത്ത് ഉണ്ടാകുന്ന ഒരവസ്ഥ ബോധ്യപ്പെട്ടു പോകുന്നതാണ്. അപ്പം അവിടെ ആരിഫ് ഈ വർഗീയ പാർട്ടിയാണെന്നോ വർഗീയ സംവിധാനത്തിന് അനുകൂലമാണോ എന്നും പറയുന്നില്ല. പക്ഷേ ആരിഫിനെ സഹായിച്ച PDP-യും PFI-യും SDP-യും ഒക്കെ അറിഞ്ഞോ അറിയാതെ നാളെ കാലത്ത് ആരിഫ് MP ആയി കഴിയുമ്പോൾ ആരിഫിനൊരു സ്വാധീനം ഉണ്ടാവും, ആരിഫിന് അവരോട് സോഫ്റ്റ് കോർണർ ഉണ്ടാവും. ഇത് തന്നെയാണ് മുസ്ലിം തീവ്രവാദ സംഘടനകൾ. ആലപ്പുഴയിൽ ഞാൻ കണ്ട കാഴ്ച, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണത്തിന് ഞാൻ പോയിരുന്നു. അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ തീവ്രമായി ചിന്തിക്കുന്ന ചില ആളുകളുടെ വീടുകളിലേക്ക് ശോഭയ്ക്ക് പ്രചാരണത്തിന് പോലും പോകാൻ പറ്റുന്നില്ല, ചെല്ലണ്ട എന്നാണ് പറയുന്നത്. ഗേറ്റ് അടയ്ക്കുകയാണ് തീവ്ര ഈ മുസ്ലിം വിഭാഗത്തിലുള്ള. അതായത് ഇത് കേരളത്തിൽ ഇപ്പം ശ്യാം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, പൊന്നാനി പോലെയും മലപ്പുറം പോലെയുള്ള സ്ഥലത്ത് BJP ഒരു മതേതര ജനാധിപത്യ പാർട്ടിയാണ്, കോൺഗ്രസ് ഒരു മതേതര ജനാധിപത്യ പാർട്ടിയാണ്. ഈ മതേതര ജനാധിപത്യ പാർട്ടിക്ക് ഈ മുസ്ലിം ലീഗിന്റെ ഭൂരിപക്ഷം വോട്ടുള്ള സ്ഥലത്ത്, അല്ലെ പൊന്നാനി പോലെയും മലപ്പുറം പോലെയും മത്സരിക്കുന്നിടത്ത് അവർക്ക് വോട്ട് ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥ. പലയിടത്തും അവരെ തടഞ്ഞു അവിടുത്തെ സ്ഥാനാർത്ഥികളെ. അതിനകത്ത് SFIയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തടഞ്ഞു. ഏത് അർത്ഥത്തിലായാലും ജനാധിപത്യ സംവിധാനത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് മലപ്പുറം ആയാലും കൊള്ളാം, പൊന്നാനി ആയാലും കൊള്ളാം, അടൂരായാലും കൊള്ളാം, പത്തനാപുരം ആയാലും കൊള്ളാം, എന്തിന് നമ്മുടെ കൊല്ലത്തെ ചന്ദനത്തോപ്പ് എന്ന ITIയിൽ SFIയുടെ പേര് പറഞ്ഞ് PFI-ക്കാര് കൃഷ്ണകുമാറിനെ തടഞ്ഞു. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ വടക്കേ ഇന്ത്യയിലല്ല, കേരളത്തിലാണ്. ഇത് തിരിച്ചറിഞ്ഞു പോകേണ്ട ഒരവസ്ഥയുണ്ട്. കാഫിർ എന്ന പദത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞതുപോലെ സത്യത്തെ മറച്ചു പിടിക്കുന്നവൻ. സത്യത്തെ മറച്ചു പിടിക്കുമെന്ന് പറയുമ്പോൾ ഖുറാനിലെ ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്. ഖുറാൻ തിരിച്ചറിഞ്ഞിട്ടും ആ സത്യം തിരിച്ചറിഞ്ഞിട്ടും അതിനെ ത്യജിച്ച് ജീവിക്കുന്നവനെയാണ് കാഫർ എന്ന് പറയുന്നത്. അപ്പം നമ്മളാരും കാഫർ ആകത്തില്ല, നമ്മളാരും ഖുറാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടുത്തെ മുസ്ലിം തീവ്രവാദ സംഘടനകൾ കാഫിർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് മുസ്ലിം അല്ലാത്ത എല്ലാവരും കാഫിറാണ്, അവരെയെല്ലാം ശത്രുക്കളായിട്ട് കാണണം, അവർ നമ്മുടെ ഭാഗമല്ല എന്നുള്ള ഒരു ചേരിത്തിരിവുണ്ടാക്കി അത് കോളേജ് തെരഞ്ഞെടുപ്പിൽ തൊട്ട് ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു പ്രത്യേക വിഭാഗത്തെയും ഒരു ജാതി ധ്രുവീകരണം ഒക്കെ ഉണ്ടാക്കി കേരളം നമ്മളൊക്കെ ആശ്വസിക്കുന്നത് പോലെ അത്ര മതേതര ജനാധിപത്യ സംവിധാനത്തിലൊന്നും പോകുന്ന ഒരു
സംസ്ഥാനമൊന്നുമല്ല. കാശ്മീർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മത ധ്രുവീകരണമുള്ളതും അല്ലെങ്കിൽ ഭീകര സംഘടനകൾ ഉറക്കം നടിക്കുന്നതുമായിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണെന്ന് വളരെ കാലത്ത് മുമ്പേ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുള്ളതും അതനുസരിച്ച് കേരളത്തിലെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രഹസ്യാന്വേഷണ വിഭാഗവും അല്ലെ മിലിറ്ററി ഇന്റലിജൻസും ഒക്കെ ഉള്ള ഒരു കേരളമാണ്. കേരളത്തിൽ ഈ കാഫിറിന്റെ പുറകിൽ ആരായാലും അത് വളർത്തിക്കൊണ്ടുവരാതെ, അത് മുസ്ലിം ലീഗ് ആയാലും കൊള്ളാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടനയായാലും കൊള്ളാം, അത് വളർത്തിക്കൊണ്ടുവന്നാൽ ഒരു കാഫിറിനെ എടുത്ത് വളർത്തുമ്പോൾ ഇപ്പുറത്ത് ഒരു സംഘികളും ഒക്കെ ശക്തിപ്പെടും. അത് നാളെ കാലത്തെ ഇവിടുത്തെ സ്വൈരജീവിതത്തിനൊക്കെ ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.